ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യം. ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. നല്ല സമരിയാക്കാരനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വേദനിക്കുന്നവനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കടന്നു പോകാതെ കരുണയോടുകൂടി അവന് നന്മ ചെയ്യുന്ന സമരിയാക്കാരൻ. നമ്മളൊക്കെ നല്ല സമരിയാക്കാരന്മാരായിട്ട് മാറേണ്ടവരാണ്, കരുണയുള്ളവരായിട്ട് മാറണം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഈ കരുണ നഷ്ടപ്പെട്ടു. വേദനിക്കുന്നവനെ കാണുമ്പോഴും അവൻ കരഞ്ഞ് നീറി ജീവിക്കുന്നത് കാണുമ്പോഴും അവനെ മറന്ന് നമ്മുടെ സ്വാർത്ഥതയുടെ പിന്നാലെ, സന്തോഷത്തിന്റെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. ഒരുവൻ കരയുന്നത് കാണുമ്പോൾ പോലും നമ്മളൊക്കെ നമ്മുടെ കാര്യത്തിന്റെ പിന്നാലെ ഓടുകയാണ്. അവനെ ആശ്വസിപ്പിക്കാനായിട്ടോ അവന് വേണ്ടത് ചെയ്തു കൊടുക്കാനായിട്ടോ നമുക്കിന്ന് സാധിക്കുന്നില്ല. മറ്റൊരുവന്റെ വേദനയിൽ അവന്റെ ഒപ്പമാകാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. കരുണയില്ലാത്തവരായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ വേദനയിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ പേരുണ്ടല്ലേ. വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം മൂലം വേദന അനുഭവിക്കുന്നവര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് കാണുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചെയ്യാൻ പറ്റുന്ന നന്മകള് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കരുണയുണ്ടാവണം. മറ്റൊരുവൻ വേദനിക്കുന്നത് കാണുമ്പോൾ മുഖം തിരിച്ചു നീ കടന്നുപോയിട്ട് എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല. നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തില് പ്രാവർത്തികമാക്കി ചെയ്ത് കാണിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. സമരിയാക്കാരന്റെ പ്രത്യേകത അതാണ്. അവൻ വേദനിക്കുന്നവനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കടന്നു പോയില്ല, മറിച്ച് അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സന്തോഷത്തോടുകൂടി അവൻ ചെയ്തു. ഒന്നും പറയാതെ, ആരുടെയും നിർബന്ധത്തിനല്ല അവൻ ചെയ്തതല്ലേ. അവൻ വേദന അനുഭവിക്കുന്നതിനെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി അവ ചെയ്യാനായിട്ട് തയ്യാറായി. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു മനോഭാവം ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ എപ്രകാരമാണ് മറ്റുള്ളവരെ കാണുന്നത്? ഒരുവൻ വേദനിച്ചിരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. നല്ലൊരു അയൽക്കാരനാണോ ഞാൻ? വേദന അനുഭവിക്കുന്നവനെ കാണുമ്പോൾ മുഖം തിരിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ ഓർക്കുക, എൻ്റെ ജീവിതത്തില് എൻ്റെ ദൈവം എന്നിൽ നിന്ന് മുഖം തിരിച്ചു കടന്നു പോകും. അതുകൊണ്ട് വേദനിക്കുന്നവനിൽ ദൈവത്തെ കാണുവാനായിട്ട്, കരുണയുള്ള മനോഭാവത്തോടുകൂടി, ആ ഒരു ഹൃദയത്തോടുകൂടി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായിട്ട്, ചെയ്യാൻ പറ്റുന്ന നന്മകളും പുണ്യപ്രവൃത്തികളും സന്തോഷത്തോടുകൂടി ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട്, അങ്ങനെ ദൈവത്തിന് മുൻപിൽ നല്ല സമരിയാക്കാരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.